പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ വെള്ളത്തർക്കത്തിനിടെ വെടിവെച്ചു. 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞ് വെടിവെച്ചത് 4 പേരുടെ മരണത്തിനിടയാക്കി. 62 വെടിവെച്ചു എന്നാണ് വാർത്ത. ബൽറാം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഭാവിയിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്ന കുടിവെള്ളത്തിൻ്റെ പേരിലായിരിക്കുമെന്ന്. അതിൻ്റെ സൂചന പോലെ ഗുർദാസ്പൂരിൽ സംഭവം ഉണ്ടായോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ഗുർദാസ്പൂരിൽ ഈ സംഭവം ഉണ്ടായത് കൃഷിക്ക് ജലസേചനത്തിനുള്ള വെള്ളത്തിന്റെ പേരിലാണ്. ഈ പ്രദേശവാസികൾ തന്നെ 2 സംഘങ്ങളായി തിരിഞ്ഞ് തർക്കമുണ്ടാവുകയും തുടർന്ന് വെടി ഉതിർക്കുകയുമായിരുന്നു. ആദ്യ വെടിവെപ്പിൽ ഷംസേർ സിംഗ് എന്ന അയാളാണ് മരിച്ചത്. തുടർന്ന് വീണ്ടും കൂടുതൽ പേർ ഇരുഭാഗത്തുമായി ഒത്തുചേരുകയും പരസ്പരം ഈ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന് സമാനമായ തരത്തിൽ വെടിവെപ്പ് ഉണ്ടാവുകയുമായിരുന്നു. 60 റൗണ്ടോളം ഒരു കാറിന് നേരെ വെടിയുതിർത്തു എന്നാണ് പോലീസ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അറിയിക്കുന്നത്. 4 പേർ, 2 സംഘങ്ങളിലുമായി 2 പേർ വീതം 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിട്ടുണ്ട്. നിരവധി പേർ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ അമൃത്സറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഗൗരവത്തോടെ പോലീസ് ഇത് കാണുന്നത് ഇത്രയും ആയുധങ്ങൾ, തോക്കുകൾ ഇവർക്ക് എവിടെ നിന്നും ലഭിച്ചു എന്നുള്ളതാണ്. പ്രാഥമിക പരിശോധനയിൽ അത്യാധുനിക തോക്കുകൾ, വിദേശ നിർമ്മിതമായ തോക്കുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വെടിയുതിർത്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആയുധങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.